ഹലോ, ഞങ്ങളുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഈ ടാറ്റ പറഞ്ഞു പോകുന്നത് എങ്ങോട്ടാണെന്ന് ഇപ്പോൾ സമയം 2:45 രാവിലെ ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ നാട്ടിലേക്ക് പോകാൻ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ, പോകുന്നൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഫുഡ് കഴിക്കാനൊക്കെ നിർത്തിയപ്പോഴത്തേക്ക് ചെറിയ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 2:45 ഇറങ്ങുമെന്ന് പറഞ്ഞാൽ ഞാൻ 3:30 ആയിട്ട് ഇറങ്ങിയപ്പം 3:30 ആവാനായിരുന്നു ഇറങ്ങിയപ്പം. അങ്ങനെ 3:30 ആയപ്പോൾ ഇറങ്ങി. അത് കഴിഞ്ഞ് 6 മണിയായപ്പോൾ ഞങ്ങൾ കോട്ടയം എത്തിയിട്ടുണ്ടായിരുന്നു. 6-6:15 ആയപ്പോൾ കോട്ടയം എത്തി. അപ്പോൾ അവിടെയാണ് ഞങ്ങൾ ആദ്യമായിട്ട് നിർത്തിയത്. അങ്ങനെ അവിടെ നിന്ന് കുറച്ചല്ല ഒരു ഗ്ലാസ് ചായ ഒക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. അച്ചോട്ടിന് ബിസ്ക്കറ്റൊക്കെ വാങ്ങിക്കൊടുത്ത് ചായയൊക്കെ വാങ്ങി. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ച് നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. അതാണ് ഞാൻ സ്വെറ്ററൊക്കെ ഇട്ടിട്ടുള്ളത്. നല്ല തണുപ്പായിരുന്നു. പിന്നെ ഞാൻ വരുന്ന വഴിക്ക് വേറെ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. പിന്നെ എവിടെയോ ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തി. നല്ലൊരു കള്ളുഷാപ്പും ഹോട്ടലൊക്കെ കൂടെ. അവിടെ ഇങ്ങനെ ഒരു റൂം പോലെ കേട്ടോ, നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ ഇരിക്കാൻ പറ്റും. നല്ല അടിപൊളി കടയായിരുന്നു കേട്ടോ. നല്ല ഫുഡും കള്ളുഷാപ്പും കൂടെ ആയതുകൊണ്ട് നല്ല അടിപൊളി ഫുഡായിരുന്നു. ഇതൊന്ന് ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു ബോട്ടി ഫ്രൈയും അതിൻ്റെ കൂടെ തന്നെ എന്തോ ഒരു അപ്പം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇത് കോട്ടയംകാർക്കൊക്കെ അറിയായിരിക്കും ഇത് എന്തപ്പാന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് എവിടെ പോയാലും ഒഴിച്ചു കൂട്ടാൻ പറ്റാത്തൊരു സാധനമാണ് ഈ ലൈം സോഡ. പിന്നെ അതും കൂടെ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ബാക്കി വീഡിയോ ഒന്നും എടുത്തിട്ടില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ രാത്രിയായി വീട്ടിലെത്തിയപ്പോൾ 8:45 ആയിട്ടുണ്ടായിരുന്നു വീട്ടിലെത്തിയ സമയത്ത്. പിന്നെ പിറ്റേന്ന് രാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. നോക്കുമ്പോൾ നല്ല മഞ്ഞായിരുന്നു. കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. നമുക്ക് എവിടെയൊക്കെ പോലും നമ്മളെ നാട്ടിലെത്തുമ്പോൾ അതൊരു പ്രത്യേക സുഖം തന്നെയാണല്ലേ. അപ്പോൾ ഇത് നമ്മളവിടെ തന്നെ കുറേ പുഴകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങളെ വീടിൻ്റെ തൊട്ടടുത്തുള്ളൊരു ചെറിയൊരു തോടാണ്. അവിടെ ഞങ്ങൾ അലക്കാനൊക്കെ പോകാറുണ്ട്. ഇപ്പോൾ പോകാറില്ല കേട്ടോ. അപ്പോൾ അവിടെ കുറേ പൂവൊക്കെ ഇങ്ങനെ വിരിഞ്ഞിരിക്കുന്നുണ്ട്. അവിടുത്തെ കാട്ടുപോവാണ് കേട്ടോ. പക്ഷെ കാണാൻ നല്ല ഭംഗിയാണ്. ഫോണിൽ കാണുന്നതിനെക്കാട്ടി നല്ല ഭംഗിയുണ്ട് കേട്ടോ. അങ്ങനെ അവിടെയൊക്കെ കുറച്ച് നേരം പോയി കളിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. മക്കൾ രണ്ടും കൂടെ വെള്ളത്തിൽ കളിക്കുന്നുണ്ട് കേട്ടോ അവിടെ. മഴക്കാലത്തൊക്കെ ഇവിടെ കാണാൻ നല്ല ഭംഗിയാണ്. ഇപ്പോൾ കുറച്ച് വെള്ളം ഈ വേനൽ മഴ പെയ്തപ്പോൾ കിട്ടിയാണ്. അല്ലെങ്കിൽ നല്ല ഭംഗിയാണ് കേട്ടോ മഴക്കാലം ആകുമ്പോൾ.